യേശുക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം യേശു ആദ്യമായി ചെയ്ത അത്ഭുതമായ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ്. ഈ സംഭവം വിവരിക്കുന്ന യോഹന്നാൻ 3-ാം നാൾ എന്നൊരു നാളിനെക്കുറിച്ച് ഊന്നിപ്പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യോഹന്നാൻ 3-ാം ദിവസം എന്ന സമയസൂചന നൽകിയത്? എന്തുകൊണ്ട് യേശു 3-ാം നാൾ ആ വിവാഹ ചടങ്ങിന് പോയി? ഈ സംഭവത്തെയാണ് നാം ഇന്ന് വിശകലനം ചെയ്യുവാൻ പോകുന്നത്. ആദ്യം ഈ അത്ഭുതം വിവരിക്കുന്ന വചനം ഓരോന്നായി വായിച്ച് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. യോഹന്നാൻ 2:1-2 വചനങ്ങൾ വായിക്കാം. 3-ാം നാൾ ഗലീലിയായിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഇവിടെ യോഹന്നാൻ ഗലീലിയായിലെ കാന എന്ന് പറയുവാൻ കാരണം, പഴയ നിയമത്തിൽ യോശുവായുടെ പുസ്തകത്തിൽ കാന എന്നൊരു പ്രദേശത്തെ എഫ്രയീം മനശ്ശെ ഗോത്രങ്ങളുടെ അവകാശഭൂമിയുടെ അതിർ നിർണയിക്കുവാൻ ഉപയോഗിച്ചിരുന്നു. യോശുവ 17:9. പിന്നെ ആ അതിർ കാന തോട്ടിങ്കലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. യേശുവിന്റെ വരവോടെ 2 ഗോത്രങ്ങളുടെ അതിർത്തിയല്ല, ചരിത്രത്തിന്റെ ദിശ തന്നെ യേശു മാറ്റി. ഇവിടെ യോഹന്നാൻ പറയുന്ന കാന പഴയ നിയമത്തിലെ കാനാവല്ല എന്ന് വ്യത്യാസപ്പെടുത്തി കാണിക്കുവാനാണ് യോഹന്നാൻ ഗലീലിയായിലെ കാന എന്ന് രേഖപ്പെടുത്തിയത്. യേശുവിന്റെ മഹത്വം ആദ്യമായി വെളിപ്പെടുത്തുവാൻ യേശു തിരഞ്ഞെടുത്ത സ്ഥലം യെരുശലേമോ ദൈവാലയ പരിസരമോ അല്ലായിരുന്നു. ഗലീലയിലെ ഒരു അപ്രസിദ്ധ ഗ്രാമമായ കാനാവായിരുന്നു. യേശുവിന്റെ കാലത്ത് ഗലീലയെയും അവിടത്തെ നാട്ടുകാരെയും അവജ്ഞയോടെ കണ്ടിരുന്ന സമയത്താണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഈ ദേശം തന്നെ തിരഞ്ഞെടുത്തത്. യോഹന്നാൻ 7:52 വായിക്കാം. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനത്തിൽ നിന്നും മനസ്സിലാക്കാം ഗലീലക്കാരുടെ അന്നത്തെ അവസ്ഥയും സ്ഥാനവും. യഹൂദരുടെ വിവാഹ ചടങ്ങുകൾ പലപ്പോഴും ഒരാഴ്ചയോളം നീണ്ടു നിന്നിരുന്നു. അതിനാലായിരിക്കണം യേശു കല്യാണ ചടങ്ങിന്റെ 3-ാം നാൾ അവിടെ പോയി എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ചിലർ 3-ാം നാൾ എന്ന് പറയുന്നത് യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 50-ാം വാക്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നഥാനയേലുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് 3-ാം ദിവസം എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. മറ്റു ചിലർ ആഴ്ചയിലെ 3-ാം നാൾ കല്യാണ വിരുന്നിനു പോയി എന്ന് വാദിക്കുന്നവരുമുണ്ട്. നമുക്ക് 3 എന്ന സംഖ്യയാണ് പ്രധാനമായതുകൊണ്ട് വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ വചനത്തിലേക്ക് വരാം. യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 3 വായിക്കാം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. വീഞ്ഞ് ഇല്ല എന്ന് അമ്മ യേശുവിനോട് പറഞ്ഞത് ഒരു അത്ഭുതം ചെയ്യട്ടെ എന്ന പ്രതീക്ഷയിലാകണമെന്നില്ല. എങ്കിലും സ്നാപക യോഹന്നാന്റെ സാക്ഷ്യവും സ്നാന സമയത്ത് സംഭവിച്ച കാര്യങ്ങളും നാട്ടുകാരിൽ നിന്നും അറിഞ്ഞിരിക്കുവാൻ ഇടയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യേശുവിൽ നിന്ന് ഒരു അത്ഭുതം തന്നെ പ്രതീക്ഷിച്ചാലും അത് അസ്ഥാനത്തല്ല. യേശുവിന്റെ വാക്കുകൾ: സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നത് യോഹന്നാന്റെ ഒരു പ്രത്യേക പ്രയോഗമാണ്. നാഴിക എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എപ്പോഴും യേശുവിന്റെ ക്രൂശ് മരണത്തെയും കഷ്ടാനുഭവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അനേകം വചനങ്ങളുണ്ടെങ്കിലും യോഹന്നാൻ ഈ പ്രയോഗം ഉപയോഗിച്ച 2 വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 8:20. അവന്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായിക കൊണ്ട് ആരും അവനെ പിടിച്ചില്ല. ഒരു വചനം കൂടി വായിക്കാം. യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. ഇതു സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അങ്ങനെയാണെങ്കിൽ കാനായിലെ അത്ഭുതം ക്രിസ്തുവിന്റെ കുരിശിലേക്ക് വിരൽ ചൂണ്ടുന്നു. മാതാവിനോടുള്ള യേശുവിന്റെ ഈ മറുപടി ഒരുപക്ഷെ തന്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ടത് എപ്പോഴാണെന്ന നിർദ്ദേശം ലഭിക്കേണ്ടത് മാതാവിൽ നിന്നല്ല പിതാവിൽ നിന്നാണ് എന്നതായിരിക്കാം യേശു ഉദ്ദേശിച്ചത്. മാതാവിന്റെ വാക്കുകൾ യോഹന്നാൻ 2:5.
അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ മാതാവ് ഒരു വലിയ പ്രമാണം ചൂണ്ടിക്കാണിക്കുന്നു. വിശ്വാസത്തിന്റെ പൂർണ്ണ രൂപമായിരുന്നു മാതാവിന്റെ ഈ വാക്കുകൾ. യോഹന്നാൻ 2:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. യോഹന്നാൻ ഇവിടെ പറയുന്ന ശുദ്ധീകരണ നിയമങ്ങൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒഴിച്ചുകൂടാത്ത നിയമങ്ങളായിരുന്നു. അവ പല വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായി കാണാം. അവയിൽ ചിലത് മാത്രം ഞാനിവിടെ കുറിക്കുന്നു. പുരോഹിതരുടെ ശുദ്ധീകരണം, വ്യക്തിഗത അശുദ്ധികൾക്കു ശേഷമുള്ള ശുദ്ധീകരണം, കുഷ്ഠരോഗ ശുദ്ധീകരണം, മരിച്ചവരെ സ്പർശിച്ചതിനു ശേഷമുള്ള ശുദ്ധീകരണം. ഒരു പറ എന്നത് ഏകദേശം 75 ലിറ്റർ മുതൽ 115 ലിറ്റർ വരെ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 6 കൽപ്പാത്രങ്ങളിലായി ഏകദേശം 700ഓളം ലിറ്റർ വെള്ളം ആ നാട്ടുകാർ കൽപ്പാത്രങ്ങളിൽ നിറച്ചു കാണണം. ലോകം നൽകുന്ന വീഞ്ഞ് റേഷനായിട്ടായിരിക്കും. എന്നാൽ യേശു നൽകുന്ന വീഞ്ഞിന് അളവില്ല. യേശു തന്റെ ആദ്യ അത്ഭുത പ്രവൃത്തിക്കായി വില കൂടിയ പാത്രങ്ങളൊന്നും അന്വേഷിക്കില്ല. വെറും കൽപ്പാത്രങ്ങൾ തിരഞ്ഞെടുത്തു. യോഹന്നാൻ 2:10 വായിക്കാം. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലെതറി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ശുദ്ധീകരണത്തിനായി യഹൂദരുടെ ആചാരപ്രകാരം അവർ ഉപയോഗിച്ചിരുന്ന കൽപ്പാത്രങ്ങളിലെ വെള്ളമാണ് യേശു വീഞ്ഞാക്കി മാറ്റിയത്. നിറമോ മണമോ രുചിയോ ഇല്ലാത്ത വെള്ളം അതിൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ ഇതെല്ലാമുള്ള വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. മോശെ വെള്ളം രക്തമാക്കി ജനം കണ്ണീരിലായെങ്കിൽ യേശു അതേ വെള്ളത്തിനെ വീഞ്ഞാക്കി. ജനം ആഹ്ലാദിച്ചു. മറ്റുള്ളവരുടെ ക്ഷേമമായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം. യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശുവിന്റെ എല്ലാ അത്ഭുതങ്ങളും പ്രത്യേക ലക്ഷ്യത്തോടുകൂടിയ പ്രവൃത്തികളായിരുന്നു. ഒന്നുകിൽ അവ പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വച്ചതിൻ്റെ പ്രവചന നിവൃത്തീകരണമായിരിക്കും, അല്ലെങ്കിൽ വരുവാനിരിക്കുന്നതിൻ്റെ പ്രവചന പ്രവൃത്തിയായിരിക്കും. ഈ സംഭവവും അങ്ങനെയുള്ള ഒന്നായിരുന്നു. പഴയ നിയമത്തിലെ ശുദ്ധീകരണം വെള്ളം കൊണ്ടാണെങ്കിൽ അതേ വെള്ളത്തിനെ യേശു വീഞ്ഞാക്കി പുതിയ നിയമ ഉടമ്പടി സ്ഥാപിക്കുന്നു. കാരണം തൻ്റെ അവസാനത്തെ പെസഹ അത്താഴത്തിൽ വീഞ്ഞ് യേശുവിൻ്റെ രക്തത്തെ പ്രതിനിധീകരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ന്യായപ്രമാണത്തിൽ വെള്ളം ശരീരത്തിന്റെ പുറം ശുദ്ധിക്കാണെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. കാനാവിലെ ശുദ്ധീകരണത്തിന്റെ വെള്ളം കൃപയുടെ വീഞ്ഞായി മാറി. യോഹന്നാൻ 2:11 വായിക്കാം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവനെ വിശ്വസിക്കുന്നതും അവനിൽ വിശ്വസിക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഒരാൾ വിശ്വസ്തനാണെന്ന് സമ്മതിക്കുന്നതാണ്. രണ്ടാമത്തേത് അയാളിൽ ആശ്രയിക്കുന്നതിന് തുല്യമാണ്. ഈ അത്ഭുത പ്രവൃത്തിയോടുകൂടെ തൻ്റെ മകൻ ദൈവപുത്രൻ തന്നെ എന്ന് മാതാവ് ഉറപ്പിച്ചു. മകനിൽ സംതൃപ്തയായ മാതാവ് അതിനുശേഷം യേശുവിൻ്റെ കൂടെ ഒന്നിനും പോകാൻ തുനിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് യോഹന്നാൻ പറഞ്ഞ 3-ാം നാളിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. യോഹന്നാൻ 2:1. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി.
ഇവിടെ യോഹന്നാൻ 3-ാം ദിവസം എന്ന് പറഞ്ഞത് ഒരു തീയതിക്കുറിപ്പ് മാത്രമല്ലായിരുന്നു. അതൊരു ദൈവീക സൂചനയായിരുന്നു. യേശു 3-ാം ദിവസം ഉയർത്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ കാനായിലെ കല്യാണത്തിൻ്റെ 3-ാം നാളിലെ യേശുവിൻ്റെ വരവ് തൻ്റെ മഹത്വത്തിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷതയായി മാറി. യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. കാനായിൽ തുടക്കമായിരുന്നെങ്കിൽ കാൽവരിയിലെ ഉയിർപ്പ് പൂർണ്ണതയായിരുന്നു. യേശുവിൻ്റെ നിഴലായി യേശു തന്നെ വെളിപ്പെടുത്തിയ യോന മീനിൻ്റെ വയറ്റിൽ നിന്ന് 3-ാം ദിവസം പുറത്തു വന്നതിനെ യേശു തൻ്റെ 3-ാം ദിവസത്തെ ഉയിർപ്പിനോട് ബന്ധിപ്പിച്ച് പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിലെ 40-ാം വാക്യം വായിക്കാം. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അബ്രഹാമിലേറ്റു വന്നാൽ മരിച്ചവനായി കണക്കാക്കപ്പെട്ടിരുന്ന ഇസഹാക്കിനെ 3-ാം നാൾ തിരികെ അബ്രഹാമിൽ ലഭിച്ചു. ഉൽപ്പത്തി 22:4. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഈ സംഭവം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയിർത്തെഴുന്നേൽപ്പിൻ്റെയും നിഴലായിരുന്നു. ഇസഹാക്കിലെ ക്രിസ്തു എന്ന ഒരു പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യുകയുണ്ടായി. അത് കാണാത്തവർ അതുകൂടി കാണുവാൻ ശ്രമിക്കുക. കാനായിലെ കല്യാണത്തിലെ 3-ാം ദിവസം എന്ന് യോഹന്നാൻ പ്രത്യേകിച്ച് പറഞ്ഞത് സാധാരണ ഒരു സമയസൂചന മാത്രമല്ലായിരുന്നു. വെള്ളം വീഞ്ഞാക്കിയതും ഒരു അത്ഭുതം മാത്രമല്ലായിരുന്നു. കാനായിൽ 3-ാം ദിവസം വെള്ളം വീഞ്ഞായെങ്കിൽ കാൽവരിയിൽ 3-ാം ദിവസം കല്ലറ ശൂന്യമായി. 2 സ്ഥലത്തും ദൈവപുത്രൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ക്രൂശും ഉയിർപ്പും വരെ എത്തുന്ന ഒരു പ്രവചന സൂചനയായിരുന്നു അന്ന് കാനായിൽ സംഭവിച്ചത്. കാനായിൽ ആരംഭിച്ച അത്ഭുതം കാൽവരിയിൽ പൂർത്തിയായി. ശുദ്ധീകരണത്തിനായുള്ള വെള്ളം കാൽവരിയിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായുള്ള രക്തമായി മാറി. കാനായിലെ യേശുവിൻ്റെ 3-ാം നാളിലെ അത്ഭുതം കേവലം ഒരു കല്യാണ വീട്ടിലെ സന്തോഷത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലായിരുന്നു. മനുഷ്യരാശിയുടെ പ്രത്യാശ ഉണർത്തിയ ഒരു സംഭവമായിരുന്നു അന്ന് കാനായിൽ സംഭവിച്ചത്. സുവിശേഷം ഇവിടെ തുടങ്ങുകയായിരുന്നു. സുവിശേഷത്തിൻ്റെ തുടക്കം വിവാഹത്തിലൂടെ ആയിരുന്നെങ്കിൽ അവസാനിക്കുന്നതും ഒരു വിവാഹത്തിലൂടെയാവുന്നു. വെളിപ്പാട് പുസ്തകം 19:22 വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവസാനമായി മാതാവിൻ്റെ വാക്കുകൾ കേൾക്കാം. യോഹന്നാൻ 2:5 വായിക്കാം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്നു പറഞ്ഞു. നമുക്കും മാതാവിൻ്റെ കൽപ്പന പിന്തുടരാം.